ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സോഫ്റ്റ് ചപ്പാത്തി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് ചപ്പാത്തി പലകയോ മെഷീനൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ഗോതമ്പ് പൊടി ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു അര സ്പൂണ് നെയ്യും ഒരു അര സ്പൂണ് മെൽറ്റ് ചെയ്ത ഡാൽഡയും ഒന്ന് ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അധികമായി പോകരുതേ. അധികമായി പോയി കഴിഞ്ഞാൽ നമ്മൾ പരത്തുമ്പം അത് അടിക്ക് പിടിച്ചു പോകും കേട്ടോ. നെയ്യ് ഒരു അര ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് ഡാൽഡയും. അപ്പോൾ അത് അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുറച്ച് വേണം കുഴച്ചെടുക്കാൻ. വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാതെ കുറച്ച് ഡ്രൈ ആയിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഒന്ന് കുഴച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്ന് മൂടി വെക്കാം. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി, ആട്ടപ്പൊടി തന്നെ ഇട്ടിട്ട്, കുറച്ച് കൂടുതൽ പൊടി വേണം കേട്ടോ, കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഓരോരോ ബോൾസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല റൗണ്ടിൽ ബോൾസാക്കി വെക്കണം, എന്നാലും നല്ല ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതെടുത്ത് ബോൾസാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബോൾസ് ഓരോന്നെടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ വെച്ച് കൈ വെച്ച് പരത്തി ഒന്ന് ചപ്പാത്തിയുടെ കോല് വെച്ച് തന്നെ നമുക്ക് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇത് കറക്റ്റ് നന്നായിട്ട് പൊടി ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ കറക്കി എടുത്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി കിട്ടും. മെഷീനൊന്നും വേണ്ട, മുറിച്ചെടുക്കുകയൊന്നും വേണ്ട. ഒരു പാത്രത്തിൽ നന്നായിട്ട് ഷേപ്പിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വട്ടത്തി കറക്കി എടുത്താൽ നല്ല ഷേപ്പ് കിട്ടും. അതൊക്കെ ഞാൻ ചപ്പാത്തി മെഷീനിലാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ വേറൊരു സ്ഥലത്തുനിന്ന് കണ്ട് ആണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയത്. ഇപ്പോൾ എനിക്ക് എന്നും ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ ഇഷ്ടം. നല്ല ഷേപ്പിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ പാടാണെങ്കിൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യുക. പത്തിരി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, അല്ലാത്തവർക്കൊക്കെ നല്ല ഷേപ്പൊന്നും കിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ചപ്പാത്തി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കണേ, അല്ലേ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അത് ചുടുന്ന സമയത്ത് ആ പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ തന്നെ പരത്തിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം ഒന്നിച്ച് പരത്തി വെച്ചതിന് ശേഷം മാത്രം ചുടുന്നുള്ളൂ. നന്നായിട്ട് പൊടി ഇട്ടാൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ചപ്പാത്തി മെഷീനിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം തന്നെ കഴിക്കണം, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഇതിനു മുമ്പ് ചപ്പാത്തി മെഷീനിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്രൈ പാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ചപ്പാത്തി ഒന്നിട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഒന്ന് മറിച്ചിടുക. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടുക. ഒന്ന് ഹാഫ് വേവായി കഴിയുമ്പം എടുത്ത് വെച്ചിരിക്കുന്ന ഡാൽഡയോ നെയ്യോ, ഇത് ഞാൻ നെയ്യാണ് ഡാൽഡ ആയാലും തേച്ച് കൊടുക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് പ്രസ് ചെയ്യുക. തേച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി കുമിളിച്ച് വരും. 2 ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഹൈ ഫ്ലെയിമിൽ ഇടുന്നതനുസരിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് പൊങ്ങി വരും.
ഇതാ ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ച ചപ്പാത്തിയൊക്കെ ഒന്ന് മൂടി വെക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതങ്ങനെ എല്ലാ ചപ്പാത്തിയൊക്കെ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഓരോന്നോരോന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ പ്രസ് ചെയ്താൽ മതി, നല്ലോണം നല്ല കുമിളയായിട്ടൊക്കെ വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ അതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.